ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. തൃശ്ശൂരിലുള്ള ഞങ്ങളുടെ ഫ്രണ്ടിൻ്റെ മകളുടെ കല്യാണവും വിശേഷങ്ങളുമൊക്കെ ഇതിനു മുമ്പുള്ള വീഡിയോകളിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കല്യാണം തൃശ്ശൂരിൽ അയ്യന്തോളിലെ ഓംകാരം ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു നടന്നത്. അത് കഴിഞ്ഞ് റിസപ്ഷൻ ഇവിടെ വിശാഖപട്ടണത്ത് ദുവ്വാഡ റോഡ് ക്വാളിറ്റി ഇൻ രാമചന്ദ്ര ഹോട്ടലിൽ വെച്ചായിരുന്നു. ഇന്നലെ വൈകിട്ട് 6 മണി മുതൽ, ഇന്നലെ എന്ന് പറയുമ്പോൾ 2024 ജനുവരി 22 ആയിരുന്നു റിസപ്ഷൻ. വളരെ ഭംഗിയായി നടത്തപ്പെട്ടു. ഈ റിസപ്ഷൻ്റെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. വിവാഹത്തിന് തൃശ്ശൂരിൽ എത്താൻ കഴിയാത്ത മലയാളി സുഹൃത്തുക്കൾക്കും തെലുങ്ക് സുഹൃത്തുക്കൾക്കും വേണ്ടിയിട്ടാണ് റിസപ്ഷൻ ഇവിടെ സംഘടിപ്പിച്ചത്. തൃശ്ശൂരിൽ വെച്ച് നടന്ന വിവാഹത്തിൻ്റെ വീഡിയോയും തലേ ദിവസത്തെ വീഡിയോയും കാണാത്തവർക്കായിട്ട് ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അത് കാണാൻ വിട്ടുപോയവർ മറക്കാതെ ഒന്ന് കണ്ടു നോക്കണേ. അതിമനോഹരമായ ഈ റിസപ്ഷൻ കാഴ്ചകൾ നമുക്ക് തുടർന്ന് കാണാം. ഇന്നത്തെ പരിപാടിക്കുള്ള നമ്മളുടെ ഗസ്റ്റുകളെ സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ്. ഇന്ന് ഒരുപാട് തിരക്കുള്ള ദിവസമായതുകൊണ്ട് റോഡിൽ നല്ല ട്രാഫിക് ആണെന്ന് അറിയാൻ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ പലരും നമ്മൾ വിചാരിച്ച ആ സമയത്ത് എത്തിയിട്ടില്ല. അവരൊക്കെ വഴിയിൽ വന്നുകൊണ്ടിരിക്കുകയായിരിക്കും എന്ന് വിചാരിക്കുക. ഒരുപാട് അമ്പലങ്ങളിൽ പൂജകളൊക്കെ ഉള്ളതുകൊണ്ട് ട്രാഫിക് വളരെ കൂടുതലായിരിക്കും. രഘുവിനെയും പ്രസീദിനെയും ഞാൻ ആദ്യമായി സ്വാഗതം ചെയ്യുന്നു. പ്രസീദയും രഘുവും ഹരീഷിനെയും ഗോപിക ഗൗരിയെയും അതോടൊപ്പം തന്നെ ഹരീഷിന്റെ അച്ഛനായ കൃഷ്ണനുണ്ണി, അമ്മ മിനി അവരെയും സ്വാഗതം ചെയ്യുന്നു. അക്ഷരമായിട്ട് അനുഗ്രഹിക്കുക. ഇരിക്കാം. ഹരീഷ് ഇരുന്നു. ഗോപിക ഗൗരിയുടെ പേര് ഗോപിക ഗൗരി എന്ന് പലർക്കും അറിയില്ല. എല്ലാവരും അമ്മു അമ്മു എന്ന് വിളിക്കുന്നുണ്ട്. നമ്മൾക്ക് എല്ലാവർക്കും പഴയതായിട്ടുള്ള പേര് അമ്മ അല്ലേ? അമ്മ അരി മൊത്തം തലയിലിട്ടു അല്ലേ? ഇനി പ്ലേറ്റിലുണ്ടോ? ഓക്കെ. അപ്പൊ ഇനി അപ്പുവിനെ പിന്നെ ഞങ്ങൾ അവിടെ സ്റ്റാൻഡ് ബൈ വെച്ച അപ്പുവിനെ വേദിയിലേക്ക് വിളിക്കുന്നു. കാര്യമായിട്ടുള്ള പൊന്നാര ആങ്ങളെയാണ്. ആങ്ങളെ എവിടെ? പൊന്നാരാണ് ആങ്ങളെ അനുഗ്രഹിക്കാതെ അനുഗ്രഹം. ഇനി ഞാനല്ല, അപ്പൊ ഇവിടെ കം ഹിയർ പ്ലീസ്. ഇനി സ്വന്തം പെങ്ങളെ ആശംസകൾ അറിയിക്കാൻ ആദ്യമായി അപ്പുവിനെ മൈക്ക് കൊടുക്കും. Wish you a very happy married life. ഇത്തിരിനാളം പെണ്ണിൽ കവിഴ്ന്ന് കുങ്കുമമേകുമ്പോൾ മംഗളഗന്ധം വാനിൽ കരളിനെ കിളിയൂട്ടുമ്പോൾ ആശംസ പുഷ്പങ്ങൾ നിങ്ങൾക്കായി നൽകുന്നു ഞാൻ. ഇത്തിരിനാളം പെണ്ണിൽ കവിഴ്ന്ന് കുങ്കുമമേകുമ്പോൾ മംഗളഗന്ധം വാനിൽ കരളിനെ കിളിയൂട്ടുമ്പോൾ ആശംസ പുഷ്പങ്ങൾ
നിങ്ങൾക്കായി നൽകുന്നു ഞാൻ. ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇപ്പം ആശംസകളെ ഓൾറെഡി പാടി അറിയിച്ചു കഴിഞ്ഞു. ഓർക്കാനുള്ള കാര്യം വെച്ചാൽ ഞാനും രഘുവൊക്കെ ഇത് ഇപ്പം പറഞ്ഞു കഴിഞ്ഞാൽ 38 വർഷത്തെ പരിചയമാണ് വിശാഖപട്ടണത്തുള്ളപ്പം. രഘുവൊക്കെ അതിനും 1 വർഷം മുമ്പെയാണ് വന്നത് അല്ലേ രഘു? അല്ലേ? 38 വർഷങ്ങളോളം ഞങ്ങൾ ഒരുമിച്ച് ജോലി ചെയ്തു. 38 വർഷം ഞാനില്ല, ഞാൻ 21 റിട്ടയർ ആയിട്ടാണ്. അപ്പം എന്നാലും എപ്പോഴും കോണ്ടാക്ട് ഉണ്ട്. രഘു കല്യാണം കഴിച്ച് വരുന്ന സമയത്തെല്ലാം കാണുമ്പോൾ ഗൗരി അതുപോലെ ഗൗതം ഇവരൊക്കെ ഇത്ര ഈ പ്രായത്തിൽ കണ്ട് പരിചയമുള്ള ആൾക്കാരാണ്, കുട്ടികളാണ്. ഇപ്പൊ ഏതായാലും രണ്ടുപേരും നല്ല ജോലിയിൽ പ്രവേശിച്ചു. ഇപ്പോൾ ഗൗരിയുടെ വിവാഹം കഴിഞ്ഞു. ഇനിയും നല്ല നല്ല പുതിയ പുതിയ മേഖലകളിലേക്ക് കടന്നു പോകട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ ഹരീഷിനും എൻ്റെ ആശംസകൾ അറിയിക്കുന്നു. ഓക്കെ, താങ്ക് യു, ബൈ. അത് ഞാനിപ്പോ ചെയ്യാൻ പോകുന്ന പരിപാടി അതാ. ഫസ്റ്റ് മൈക്ക് അമ്മൂനെ ഹാൻഡ് ഓവർ ചെയ്യും. എന്നിട്ട് അമ്മൂന്റെ എക്സ്പീരിയൻസ്, വിശാഖപട്ടണത്തെ എക്സ്പീരിയൻസ്, അതുപോലെ നാട്ടിലുള്ള കല്യാണ വിശേഷങ്ങളൊക്കെ ഞങ്ങളോട് പറഞ്ഞു തരണോ? അമ്മ കഴിഞ്ഞ എന്തെങ്കിലും പറഞ്ഞോ, കുഴപ്പമില്ല. വന്നതിൽ സന്തോഷം. എല്ലാവരും പിന്നെ എക്സ്പീരിയൻസ് എന്ന് പറയാൻ കല്യാണമൊക്കെ ഒരാഴ്ച മുന്നേ ആയിരുന്നു. എനിക്ക് നാളെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും ഇഷ്ടം വിശാഖപട്ടണം തന്നെയാണ്. ഇപ്പോഴും അതെ. ഈ റിട്ടയർ ആയിട്ട് പോയാലും ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യാൻ പോകുന്നത് വിശാഖപട്ടണം തന്നെയായിരിക്കും. എല്ലാവരും പിന്നെ ഞങ്ങൾ എപ്പോഴും ട്രിപ്പ് പോവുക, അതൊക്കെ ഇനി ഇവിടെ എല്ലാത്തോളം അറിയില്ല എത്രത്തോളം പ്രാക്ടിക്കൽ ആണെന്ന്. പക്ഷെ മാക്സിമം ഏറ്റവും കൂടുതൽ ഞാൻ മിസ് ചെയ്യാൻ പോണ ഇതൊക്കെ ഞാൻ തന്നെ ആയിരിക്കും. പിന്നെ ഇനി 6 months കഴിഞ്ഞ് അച്ഛൻ റിട്ടയറാവും. ഇനി അച്ഛൻ്റെ ഉത്തരവാദിത്തം മൊത്തത്തിൽ വന്നതിൽ സന്തോഷം. മലയാളം സന്തോഷമാണ്, തെലുങ്ക് സന്തോഷമാണ്. അടുത്ത് ഹരീഷ് എന്തെങ്കിലുമൊക്കെ സംസാരിക്കും വിശാഖപട്ടണത്തെ പറ്റി. ഇന്നലെ വിശാഖപട്ടണത്തൊക്കെ കറങ്ങിയിട്ടുണ്ട്, അതിനെപ്പറ്റിയെങ്കിലും. ഞാൻ കറങ്ങിയിട്ടില്ല. ഞാൻ അവിടെ ഒരു ലൈക്ക് ഇൻ ട്രാൻസിറ്റോടെ ഒന്ന് പോയിട്ടുണ്ടെന്നല്ല, ഞാൻ ആരൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഇന്നലെ പോയിട്ടുണ്ട്. ഇന്നലെ കൈലാസഗിരി അവിടെ ഒന്ന് പോയി. കല്യാണം വി ഹാഡ് ഫൺ. എല്ലാവരും കൂടി എല്ലാവരും എൻജോയ് ചെയ്തു. രണ്ടുപേരുടെ സൈഡിൽ എല്ലാ കസിൻസ് എല്ലാവരും കൂടി വി ഹാഡ് എ ഫൺ. ഓക്കെ, താങ്ക് യു.
All are requested to go to dining hall. അബിൻ്റെ വരാം. ലോകത്തെ നാട്ടിൽ
കഴിച്ചെന്ന് തോന്നില്ലേ? $1 crore.